യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. കുഷ്ഠരോഗി സുഖപ്പെടുത്തുന്നതാണ് സംഭവം. ക്രിസ്തു ജീവിച്ചിരുന്ന സമൂഹത്തിൽ കുഷ്ഠരോഗികൾ അശുദ്ധരെന്നും പാപികളെന്നും ദൈവത്താൽ ശപിക്കപ്പെട്ടവരെന്നും പട്ടണത്തിന് പുറത്താണ് അവർ താമസിക്കേണ്ടവരെന്നുമൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ക്രിസ്തു പറയുന്നത്, കുഷ്ഠരോഗികൾ യഥാർത്ഥത്തിൽ അശുദ്ധരല്ല, അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, അവർ വിശുദ്ധരാണ്. അവർ കുഷ്ഠരോഗികളായി മാറിയത് ദൈവത്തിൻ്റെ മഹത്വം അവരിൽ പ്രകടമാക്കുവാൻ വേണ്ടിയാണ്. കാരണം വിശുദ്ധരെന്നും വലിയ വിശ്വാസികളെന്നും ഭക്തരെന്നും പ്രാർത്ഥിക്കുന്നവരുമെന്നും അഹങ്കരിക്കുന്ന നമുക്ക് വലിയൊരു മാതൃകയായിട്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ആ കുഷ്ഠരോഗിയെ ക്രിസ്തുനാഥൻ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. കാരണങ്ങൾ ഇവയൊക്കെയാണ്. ഒന്ന്, യേശുവല്ല കുഷ്ഠരോഗിയുടെ അടുക്കലേക്ക് പോയത്, മറിച്ച് കുഷ്ഠരോഗിയാണ് യേശുവിൻ്റെ അടുത്തെത്തിയത്. സുവിശേഷം ആരംഭിക്കുന്ന പ്രകാരമാണ്, ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി. സ്നേഹമുള്ളവർ, പാളയത്തിന് പുറത്ത്, നഗരത്തിന് പുറത്ത് താമസിക്കുന്ന ഒരു കുഷ്ഠരോഗിക്ക് പാളയത്തിനകത്ത് നഗരത്തിൽ പ്രവേശിക്കുവാൻ അനുവാദമില്ല. പിന്നെ എങ്ങനെയാണ് ഈ കുഷ്ഠരോഗിക്ക് യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചേരുവാൻ സാധിച്ചത്? വലിയൊരു ജനക്കൂട്ടമാണ് യേശുവിൻ്റെ ചുറ്റുമുണ്ടായിരുന്നത്. ഇവരെയൊക്കെ മറികടന്ന് ഈ ഉള്ള തടസ്സങ്ങളെയൊക്കെ മാറ്റി എങ്ങനെയാണ് ആ കുഷ്ഠരോഗിക്ക് യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ. യേശുവിലുണ്ടായിരുന്ന ആ കുഷ്ഠരോഗിയുടെ ആഴമായ വിശ്വാസവും തീക്ഷ്ണമായ സ്നേഹം തന്നെയാണ്. ഒരു ദിവസം പരിശ്രമിച്ചതല്ല, ഒത്തിരി അധികം ദിവസങ്ങൾ യേശുവിൻ്റെ അടുത്തെത്തുവാനായിട്ട് ഇദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ടാകാം. അങ്ങനെയാണ് ഒരു ദിവസം അദ്ദേഹത്തിന് എത്തിച്ചേരുവാൻ സാധിച്ചത്. ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായേക്കാം, ഒത്തിരിയേറെ പേർ ഇതിന് തടസ്സമായി നിന്നിട്ടുണ്ടാകാം, അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ടാകാം. എന്നാൽ ഇവയൊക്കെ അതിജീവിച്ച് അദ്ദേഹം ക്രിസ്തുവിൻ്റെ അടുത്തെത്തി. കാരണം അദ്ദേഹത്തിന് ആഴമായ വിശ്വാസമുണ്ടായിരുന്നു, ക്രിസ്തു ദൈവം, അവന് എല്ലാം സാധ്യമാണ്. രണ്ടാമതായിട്ട്, ആ കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തിയാണ് അപേക്ഷിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുട്ടുകുത്തുക എന്ന് പറയുമ്പോൾ പൂർണ്ണമായും തന്നെ ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. ദൈവമേ, എനിക്ക് സാധിക്കാത്തത്, മനുഷ്യർക്ക് സാധിക്കാത്തത് പോലും അങ്ങേക്ക് സാധ്യമാണ് എന്ന് പറയുന്നതിൻ്റെ സൂചനയാണ് ഒരു മനുഷ്യൻ മുട്ടുകുത്തുക എന്നുള്ളത്. ഇവിടെ കുഷ്ഠരോഗി യേശുവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി അപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു, കർത്താവേ, അങ്ങേക്കൊന്നും അസാധ്യമല്ലെന്ന് തൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം പ്രഘോഷിക്കുകയാണ്. മൂന്നാമതായിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചത് പ്രകാരമാണ്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഇന്ന് നമ്മുടെയൊക്കെ പ്രാർത്ഥന, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുഷ്ഠരോഗി പ്രാർത്ഥിച്ചത്, കർത്താവേ, അങ്ങയുടെ മനസ്സ്, അങ്ങയുടെ ആഗ്രഹം, അങ്ങയുടെ സ്വപ്നം എന്നിൽ നിറവേറ്റണമേ എന്നാണ്. ഗെത്സമനിയിൽ യേശു പ്രാർത്ഥിച്ചതുപോലെ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചതുപോലെയാണ് കുഷ്ഠരോഗി പ്രാർത്ഥിച്ചത്. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ, അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ സുഖപ്പെടുത്തുക. സ്നേഹമുള്ളവരെ, ഇത്രയും വലിയൊരു മാതൃക നൽകുന്ന കുഷ്ഠരോഗി നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധനായ ഒരു മനുഷ്യൻ തന്നെയാണ്. ആയതിനാൽ അദ്ദേഹത്തെ അനുഗ്രഹിച്ചുകൊണ്ട് യേശുവിലുള്ള ആഴമായ വിശ്വാസവും യേശുവിൽ പൂർണ്ണമായും നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ ഇഷ്ടമനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം.